ഇനിയുള്ളത്. അതായത് ലിഫ്റ്റ് പകുതി, അതായത് 6ാം നിലയിൽ പകുതി കുടുങ്ങിക്കിടക്കുന്ന തരത്തിലാണ് ലിഫ്റ്റ് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ്. ലിഫ്റ്റ് ചെറിയ രീതിയിൽ തുറന്ന് അകത്തേക്ക് കാണുന്ന രീതിയിലാണ്, പക്ഷേ ഇപ്പോൾ പകുതിയിൽ കുടുങ്ങിക്കിടക്കുന്ന തരത്തിലാണ് ലിഫ്റ്റ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫയർഫോഴ്സിന്റെ ലിഫ്റ്റ് തുറന്നെങ്കിലും ഇപ്പോൾ 6ാം നിലയിലേക്ക് ലിഫ്റ്റ് പൂർണ്ണമായും എത്തിയില്ല. പകുതി കുടുങ്ങിക്കിടക്കുന്ന തരത്തിലാണ് ലിഫ്റ്റ് ഉള്ളത്. അവിടെ നിന്നും ശശി തരൂരിനെ മുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇനിയുള്ളത്. അതായത് ലിഫ്റ്റ് പകുതി, അതായത് 6ാം നിലയിൽ പകുതി കുടുങ്ങിക്കിടക്കുന്ന തരത്തിലാണ് ലിഫ്റ്റ് ഉള്ളത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഏകദേശം 15 മിനിറ്റിന് മേലെയാണ് അദ്ദേഹം ഈ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിക്കിടന്നത്. ഫയർഫോഴ്സിന്റെ ഈ വലിയ കട്ടറൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ലിഫ്റ്റ് തുറന്ന് അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും 15 മിനിറ്റിലോളം, ഏകദേശം നമുക്ക് 20 മിനിറ്റോളം എന്ന് പറയാം, കാരണം 15 മിനിറ്റിൽ അധികമായിരിക്കുന്നു അദ്ദേഹം കുടുങ്ങിക്കിടന്നിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ പുറത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. എല്ലാവരും ഓക്കെയാണ്, ആർക്കും ഒന്നും സംഭവിച്ചില്ല. അരമണിക്കൂർ കുറച്ച് എന്താ സംഭവിക്കാൻ പോകുന്നത് അറിഞ്ഞില്ല. അവരാദ്യം ലിഫ്റ്റുകാരെ വിളിച്ചു, അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. ഹോട്ടലുകാരെ വിളിച്ചു, അവർക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോഴാണ് തോന്നിയത് ഫയർ ആൻഡ് റെസ്ക്യൂ തന്നെ വേണ്ടി വരുന്നു. അപ്പോൾ അവർ വിളിച്ചവർ വന്നു, അവരാണ് നമ്മളെ രക്ഷിച്ചത്. അപ്പോൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിന് നല്ല അഭിപ്രായമുണ്ട്. ജിതേഷ് മഹജി ഈ ടീമൊക്കെ നന്നായി അങ്ങനെയൊന്നും അവസാനത്ത് സംഭവിക്കുന്ന അറിഞ്ഞു. 5 മിനിറ്റ് എത്തി. ശരിയാണ്, വെരി ഗുഡ്, താങ്ക് യു. സ്റ്റാച്യൂല് പങ്കജ് ഹോട്ടലിന്റെ ഫ്രണ്ടിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്നപ്പോഴാണ് ഞങ്ങൾക്ക് കോൾ കിട്ടിയത്. പക്ഷെ അവിടുത്തെ ആൾക്കാർ രക്ഷിച്ചു. അത് കഴിഞ്ഞിട്ട് വന്നേ. ശരി, ഓക്കെ സാർ, വലിയ നന്ദി. ഓക്കെ, വെരി മച്ച്, താങ്ക് യു സാർ. ഒരു ചായ കുടിക്കാൻ നേരം ഉണ്ടെങ്കിൽ ചായ കുടിച്ചിട്ട് പോയാൽ മതി. ഓക്കെ സാർ, കുഴപ്പമില്ല സാർ. ഓക്കെ സാർ.